ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോവുകയാണ്. വൈകുന്നേരം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ കളി തോറ്റുപോയി. 3 കളി ഞങ്ങൾ പൊട്ടി. ഇന്ന് എന്നാണല്ലോ ഞങ്ങൾ ജയിച്ചിട്ടുള്ള കേസേ ഉള്ളൂ. ഞാനും അണ്ണനും വടിയായിരുന്നു ഇന്നലെ ടീം. ഞങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ട് ഇന്നലെ കളി തോറ്റ്. ഗ്രൗണ്ടൊക്കെ വൃത്തിയാക്കുന്നുണ്ട് മാമൻ. മഴയായതുകൊണ്ട് ചെളിയായിരുന്നു. ഇനി ടോസ് ഇടണം. മൊത്തം 6 പേരേ ഉള്ളൂ. അപ്പം ഞങ്ങൾ 3 പേര് വെച്ച് ടീം ഇടാമെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ വഴിയെ പറയാം. ഇനി ടോസ് ഇടുക, കളിക്കുക. അണ്ണൻ തലേ കൈയൊക്കെ വെക്കുന്നുണ്ട്. ജയിക്കണോ തോക്കണോ എന്നായിരിക്കും. വടി വീശുന്നുണ്ട്. എന്തോ ഐഡിയ പറയുന്നു. ടോസ് ഇട്ട് കേട്ടോ. ടോസ് പതിവ് പോലെ ഞങ്ങൾക്ക് തന്നെ ലഭിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ടോസ് ഇവിടെ കിട്ടുന്നവർ 3 കളിയും പൊട്ടുന്നതാണ് ഇവിടുത്തെ ശാസ്ത്രീയമായ നിയമം. സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിച്ചു. ചുണ്ട ഫീൽഡിങ്ങിന് നിൽപ്പുണ്ട്. പൊടി ദേ അണ്ണൻ്റെ എറിയാൻ പോയിട്ടുണ്ട്. അണ്ണൻ്റെ ബാറ്റിംഗ് കൊടുത്ത് വടി ഫീൽഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. സാറിന് വടിയാണ് ഫസ്റ്റ് കയറുന്നത്. ഇന്ന് അണ്ണനെ കയറ്റി ഫസ്റ്റ് ബോൾ എറിഞ്ഞ് അണ്ണൻ ശാസ്ത്രീയമായിട്ട് അത് കണ്ടില്ല കേട്ടോ. കീപ്പറും കണ്ടില്ലെന്ന് തോന്നുന്നു. എടാ ബാറ്റിംഗ് കണ്ടു. 47 റൺസ്. അണ്ണൻ എറിഞ്ഞ് പൊടി മുട്ടി. അത് ക്യാച്ചായിരുന്നു. ക്യാച്ച് പോയി ഗൈസ്. പൊടി അടുത്ത ബോളെ 6 അടിക്കുമെന്നാണ് പറഞ്ഞത്. അടിച്ചതുപോലെ ബോൾ കണ്ടില്ല. ബോൾ കാട്ടിപ്പോയി. ഇത് കേരള ക്രിക്കറ്റിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേക ആചാരമാണ്. തപ്പിയ ബോൾ കണ്ടുപിടിക്കാൻ ടീമിലുള്ള എല്ലാവരും പോയി സഹകരിക്കുക. പൊടിയുടെ കലയിലെ തൊപ്പി നിങ്ങൾ കണ്ടു. തപ്പാൻ പോകുമ്പോൾ മാത്രമേ ഈ തൊപ്പി വെക്കത്തുള്ളൂ. ആളെ കാണാനാണ്. ചുണ്ടയുടെ ഒരു ബോളും പിടിച്ച് നിൽപ്പുണ്ട്. ചുണ്ട കൊടുക്കണോ വേണ്ടയോ. A few moments later. ഗായ്സ്, നമ്മൾ 5 കളി കളിച്ചു. അതിൽ 3 കളി ഞങ്ങൾ പൊട്ടി. 2 കളി ഞങ്ങൾ ജയിച്ചു. പക്ഷെ 3ാമത്തെ കളി വാശിയേറി കളിയായിരുന്നു. 38 റൺ ഞങ്ങൾ തോറ്റുപോയി. എൻ്റെ ക്യാപ്റ്റൻ ഇരിക്കുന്നു വടിവേലു. ഹായ് വെക്കൂ വടി. വൈസ് ക്യാപ്റ്റൻ മോനാപ്പൻ. ഹായ് വെക്കൂ. നോ ഹായ്. എന്നാ ചെയ്യാനാ ഗായ്സ്, കളി തോറ്റുപോയി. എന്നാ ചുണ്ട ഒരു ഹായ് വെക്കൂ. ചുണ്ടയ്ക്ക് വയ്യ ഹായ് വെക്കാൻ. അങ്ങനെ ഇന്നത്തെ കളി ഞങ്ങൾ പൊട്ടിയിരിക്കുകയാണ് ഗൈസ്. നാളെ പടക്കം പൊട്ടുന്നതുപോലെ വീണ്ടും പൊട്ടാൻ. നാളെ മഴയില്ല. അടുത്ത കളിയായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും.